പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ വേണ്ട എന്ന് വെച്ച് പോകുന്നവരും നമ്മളെ ഇനി ഒരിക്കലും കാണില്ല, ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളുകളുണ്ടല്ലോ. ജീവിതത്തിൽ അവര് യഥാർത്ഥത്തില് നമ്മളെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ എടുക്കുന്ന ഒരു തീരുമാനങ്ങളായിരിക്കില്ല. ഒരുപാട് കാലങ്ങളും ഇതിനെക്കുറിച്ച് അവർ ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനങ്ങളാണ്. അതിൽ ആ ഒരു വ്യക്തി മാത്രമാവില്ല, അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം, അവരുടെ വീട്ടുകാരുണ്ടാവാം, അവരുടെ അച്ഛനമ്മ ഉണ്ടാവാം. പക്ഷേ സത്യം പറഞ്ഞാൽ ആണുങ്ങൾ സത്യം പറഞ്ഞ ഒരു പാവങ്ങളാണ്. കാരണം എത്രയോ ആണുങ്ങൾക്ക് എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കുക, എങ്ങനെയാണ് ഒരാളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആണുങ്ങളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം പോലും കറക്റ്റ് പറയാൻ അറിയാത്ത ഒരുപാട് ആണുങ്ങളുണ്ട്. അങ്ങനത്തെ ആണുങ്ങളാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത്. ഒരുപാട് തോറ്റുപോകുന്നത് അങ്ങനത്തെ ആണുങ്ങളാണ്. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ആയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരൻ, എടാ ആർക്കും നമ്മളെ വേണ്ട, ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിപ്പെടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും കുളിക്കാൻ വന്നപ്പോൾ ഞാൻ അവനെ പിടിച്ചിട്ട് വെള്ളത്തിൽ മുക്കി. ഈ വെള്ളത്തിൽ മുക്കിയപ്പോൾ ഞാൻ ആദ്യം അവനെ മുക്കിയപ്പോൾ അവൻ ആ വെള്ളത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും സ്ട്രെയിൻ ചെയ്തില്ല. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ തന്നെ അവൻ മേലോട്ട് വന്നു. അവൻ എന്നോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ വെള്ളത്തിൽ മുക്കിയെന്ന്. അതിൽ ഞാൻ അത് ചോദിച്ചപ്പോൾ വീണ്ടും ഞാൻ അവനെ പിടിച്ച് മുക്കി. നല്ല മുക്കിയപ്പോൾ ഒരുപാട് സമയം വരെ അവനെ മുക്കിയപ്പോൾ അവൻ എന്നെ അടിച്ചു മാറ്റി, അതായത് തട്ടി മാറ്റിയിട്ട് അവൻ ആ വെള്ളത്തിൽ നിന്ന് നീച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ജീവിതത്തിലും നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. ആര് എന്ത് പറഞ്ഞാലും, എന്ത് നമ്മളെ കുറ്റപ്പെടുത്തിയാലും, ഏത് തരത്തിൽ നമ്മളെ ചൂഷണം ചെയ്താലും, നമ്മൾ ജീവിതത്തിൽ ഇതുപോലെ ഒരു ശക്തിയോടുകൂടി മുന്നോട്ട് കയറി വന്നാൽ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള, നമ്മളെ വിട്ടുപോയവർ എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കൂടെ വരുന്നൊരു കാലമുണ്ടാവും. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇതുപോലെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നേടിയ